ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഏപ്രിൽ 11. ഇടിവെട്ടേറ്റ് ഇ.ഡി. ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിൽ ധ്രുവങ്ങളുടെ അന്തരമുണ്ട്. ഒന്നിൻ്റെ വിപരീതമാണ് മറ്റൊന്ന് എന്ന് നിസ്സംശയം പറയാം. രാജ്യങ്ങളെ കാൽച്ചുവട്ടിലാക്കിയ ഏകാധിപതികൾ അനന്തകാലം വാണ ചരിത്രമില്ല. മാത്രമല്ല, പല ഏകാധിപതികളുടെയും അന്ത്യം ജനാധിപത്യവാദികളായ അവരുടെ എതിരാളികൾ പോലും ആശിക്കാത്ത അത്രയും ദയനീയവുമായിരുന്നു. ഇന്ത്യയിൽ ഇ.ഡി. അടക്കമുള്ള അന്വേഷണ ഏജൻസികളെ വിട്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നമുക്ക് കാണാനാവുക ദംഷ്ട്രകളും തുറിച്ച നെറ്റിക്കണ്ണുമുള്ള ഒരു ഏകാധിപതിയുടെ അറപ്പുളവാക്കുന്ന വികൃത രൂപമാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടുമ്പോൾ അവർ ജനങ്ങൾക്ക് വെറുക്കപ്പെട്ടവരാകുമെന്ന വസ്തുതയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അടിവരയിടുമെന്ന് നിശ്ചയം. കേരളത്തിൽ കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിൽ ഫെമ ലംഘനം ആരോപിച്ച് മുൻ ധനമന്ത്രിയും പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ TM തോമസ് ഐസക്കിനെ കുരുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇ.ഡിക്ക് കനത്ത പ്രഹരമേറ്റിരിക്കുന്നു. തോമസ് ഐസക്കിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നും ഇ.ഡിയോട് കോടതി നിർദ്ദേശിച്ചു. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇ.ഡി തുടർച്ചയായി സമൻസ് അയക്കുന്നത് ചോദ്യം ചെയ്ത് ഐസക്കും കിഫ്ബിയും നൽകിയ ഹർജിയിലാണ് ഈ സുപ്രധാന വിധി. ഇ.ഡിക്കും ഇ.ഡിയെ തുടലഴിച്ചുവിട്ട യജമാനന്മാർക്കും മാത്രമല്ല ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ അറസ്റ്റ് ആസന്നമാണെന്ന് പ്രചരിപ്പിച്ച UDF NDA കൂട്ടുകെട്ടിൻ്റെ മുഖത്തേറ്റ അടികൂടിയാണിത്. ഐസക്കിനെ ഇ.ഡി ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുമാണ് UDF പ്രവർത്തകർ പത്തനംതിട്ടയിൽ വീടുകൾ കയറി പറയുന്നത്. ഐസക്കിനെ ഇ.ഡി കൂട്ടിൽ കയറ്റുമെന്ന് പലവട്ടം വാർത്ത എഴുതിയ മലയാള മനോരമ ഈ വിധിയുടെ വാർത്ത ചില എഡിഷനുകളിൽ മാത്രമായി ഒതുക്കിയതും അപ്രധാനമാക്കിയതും UDFന് വേണ്ടി തന്നെയാണ്. ജനാധിപത്യത്തിൻ്റെ ഉത്സവകാലമെന്ന് വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് എത്ര ഹീനമായാണ് രാജ്യത്തുടനീളം രാഷ്ട്രീയ നേതാക്കളെ കേന്ദ്ര ഏജൻസികൾ കെണിവെച്ച് പിടിക്കാൻ ശ്രമിക്കുന്നത്. കയ്യിൽ അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ലെന്ന ആത്മവിശ്വാസവും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നുമുള്ള ബോധ്യവുമാണ് ഇ.ഡിയുടെ വേട്ടയെ ചങ്കൂറ്റത്തോടെ എതിർക്കാൻ തോമസ് ഐസക് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കരുത്ത്. ഇ.ഡിക്കെതിരെയുള്ള നിയമയുദ്ധത്തിൽ കോടതി പലവട്ടം ചോദിച്ചു ഐസക്കിനെ എന്തിന് ചോദ്യം ചെയ്യണമെന്ന്. അന്വേഷണ ഏജൻസിക്ക് മറുപടിയില്ലായിരുന്നു. ഇ.ഡിക്ക് മുന്നിൽ ഹാജരാകണോ വേണ്ടയോ എന്ന് ഐസക്കിന് തീരുമാനിക്കാമെന്നും ഒരു ഘട്ടത്തിൽ കോടതി വിധിച്ചു. ഇ.ഡിയുടെ കയ്യിലുള്ള തെളിവുകൾ തീർത്തും ദുർബലമാണെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഈ നീക്കവുമെന്നുമാണ് ഇവയിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ തുടങ്ങി കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളുടെ ത്വരിത വികസനത്തിന് ചാലകശക്തിയായ കിഫ്ബിയുടെ വിശ്വാസ്യത തകർക്കാനുള്ള കേന്ദ്ര ഏജൻസികളുടെ ശ്രമം തുടങ്ങിയിട്ട് 2 വർഷമായി. കിഫ്ബിയുടെ കരാറുകാരിൽ നിന്ന് സ്രോതസ്സിൽ നിന്നുള്ള നികുതി പിടിച്ചില്ലെന്നാരോപിച്ച് ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡ് മുതലുള്ള വേട്ടയാടലിൻ്റെ തുടർച്ചയാണിത്. എന്നാൽ ഒരന്വേഷണത്തിലും ക്രമക്കേട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്നാണ് തോമസ് ഐസക്കിന് നേരെ തിരിഞ്ഞത്. പലവട്ടം സമൻസുകൾ, കുടുംബാംഗങ്ങളുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ അടക്കം തേടിയുള്ള അന്വേഷണങ്ങൾ. നീതി തേടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴൊക്കെ കോടതിയിൽ ഇ.ഡിക്കെതിരെയുള്ള പരാമർശങ്ങളുണ്ടായി. കേന്ദ്ര ഏജൻസികൾ സമൻസ് അയക്കുമ്പോൾ സ്വന്തം പാർട്ടി വിട്ട് BJPയിൽ ചേരുന്നവരാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കളിൽ പലരും. പാർട്ടി മാറുന്നതോടെ അന്വേഷണം നിലയ്ക്കും. സംശുദ്ധിയുടെ അംഗവസ്ത്രം എടുത്തണിയും. അത്തരം നേതാക്കളെ കണ്ടു ശീലിച്ച അന്വേഷണ ഏജൻസികൾക്ക് ഇതൊരു പുതുമയുള്ള കാര്യമായിരിക്കും. നാഗ്പൂരിലെ RSS കാര്യാലയത്തിൽ നിന്നുള്ള കത്തുമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കൂട്ടിലടയ്ക്കാൻ വരുന്നവർക്ക് ഈ വിധി ഒരു പാഠമാകട്ടെ.